അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പിന്നെ നമ്മളെ മക്കത്തെ ലാസ്റ്റ് ദിവസമാണ് കേട്ടൊന്ന്. നമ്മൾ ഇൻഷാ അല്ലാഹ് ഇനിയും ഇവിടെ ഒരുപാട് തവണ വരണം. ഈ യാത്രയിലെ അവസാനത്തെ ദിവസമാണ്. ഇനി മദീനത്തേക്ക് പുറപ്പെട്ടു ഇൻഷാ അല്ലാഹ്. നമ്മുടെ യാത്രാ സംഘമൊക്കെ അവിടെ ഉണ്ട്. ക്ലോക്ക് ടവർ ദൂരെ കാണട്ടോ. ഇൻഷാ അല്ലാഹ് ഈ മണ്ണിൽ ഇനിയും എത്തണം ഒരുപാട് തവണ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. സംസം ഫാക്ടറിയിലാട്ടോ. സംസം ഫാക്ടറിയിൽ നമുക്ക് നമ്മളെ ഉംറക്കാർക്ക് 45 സംസം എടുക്കാനുണ്ട് ഇവിടുന്ന്. ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കുക, ഉള്ളിൽ കയറാൻ പറ്റുമോ നോക്കുക. പറ്റുമെന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് വ്ളോഗിൻ്റെ ബാക്കി നിങ്ങൾ സംസം ഫാക്ടറിൻ്റെ ഉൾഭാഗം കാണാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇതാണ് ഏകദേശം ഹറമിൻ്റെ തൊട്ടടുത്ത്. ഹറമിൽ നിന്നൊരു 4-5 കിലോമീറ്റർ അല്ലേ, 5 കിലോമീറ്ററിൽ നമ്മൾ സംസം ഫാക്ടറിയിലെത്തി. നമ്മുടെ മാജി ട്രാവൽസിൻ്റെ അമീർ ഇവിടെ ഉണ്ട് കേട്ടോ. എല്ലാമായ നമ്മളെ മഅറൂഫ് ബുഖാരി ഉസ്താദ്. ഇൻഷാ അല്ലാഹ് ഇതാണ് സംസം ഫാക്ടറി. ഇവിടുന്ന് വലിയ ട്രക്കിലൊക്കെ അത് സംസം കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ഇവിടേക്ക് എങ്ങനെ സംസം കൊണ്ടുവരില്ലേ? ആ ശരി, സംസം കേട്ടോ. നമ്മളെ വണ്ടിക്ക് സംസം നിറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ മക്ക സംസം ഫാക്ടറിയൊക്കെ കണ്ടിട്ട് നമ്മൾ മദീനത്തേക്കുള്ള യാത്ര ഇങ്ങനെ തുടരുക കേട്ടോ. മുഴുവൻ മരുഭൂമി മാത്രമാണ്. ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഒട്ടക സഫാരി കാണാൻ കഴിയും. അല്ലാഞ്ഞാൽ മരുഭൂമി മാത്രമായിട്ടുള്ളൊരു യാത്രയാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇനി ബദറിലിറങ്ങും. ഇൻഷാ അല്ലാഹ് ജബൽ മലായിക്ക കാണും. വീണ്ടും അങ്ങനെ നമ്മളെ യാത്ര മദീനത്തേക്ക് തുടർന്നുകൊണ്ടേയിരിക്കും. ഓക്കെ. ബദറിൽ നമ്മൾ ബദറിലേക്ക് പ്രവേശിച്ചു. ബദറിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ബദറിലെത്തിട്ടോ. ഇതാണ് ചരിത്രപ്രസിദ്ധമായ ബദർ. ഇൻഷാ അല്ലാഹ് ബദർ യുദ്ധം നടന്ന സ്ഥലം നമ്മൾ പോകും. ഇവിടെ ആയിരുന്നു റസൂലുള്ളാഹ് പന്തൽ കെട്ടിയ സ്ഥലം. ബദർ യുദ്ധത്തിന് വേണ്ടി പന്തൽ കെട്ടിയ സ്ഥലം. അതുകൊണ്ട് തന്നെ പള്ളിയുടെ പേര് മസ്ജിദ് അരീഷ് എന്നാണ്. അറബിയിൽ അരീഷ് എന്ന് പറഞ്ഞാൽ പന്തലാണ്. അപ്പോൾ ഈ പള്ളിയിൽ നമ്മൾ എത്തി. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ പുറത്തേക്ക് പോകും. ബദർ യുദ്ധം നടന്ന സ്ഥലമൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് കാണാം. മസ്ജിദുൽ അരീഷിൻ്റെ ഉൾഭാഗമാണ് കേട്ടോ. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി. ഇതാണ് ബദർ യുദ്ധം നടന്ന സ്ഥലം. ആരംഭപ്പുവായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേതൃത്വത്തിലുള്ള മുസ്ലിം പക്ഷം ഈ ഭാഗത്തും, അങ്ങേ തലക്കൽ മക്കാ മുശ്രിക്കീങ്ങൾ അബൂജഹലിൻ്റെ നേതൃത്വത്തിലുള്ള ശത്രുപക്ഷങ്ങൾ ആ ഭാഗത്തും നിലനിർന്ന ഒരു പ്രദേശമാണിത്. ഇവിടെ ഈ ഭാഗത്തായിട്ടാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്ന ഹൗല് ഹംസറുല്ലാനു പാട്ടൊക്കെ പാടിയ പാട്ടിലുണ്ടല്ലോ, മമ്പുറ്റ ഹംസർ അലി അല്ലാ ചാടിയിട്ട് അസ്വദ് ആരടാന്ന് വെച്ചാൽ ആ ഹൗലിൽ നിന്ന് വെള്ളം എടുക്കുന്ന ആരടാന്ന് വെച്ചാൽ ആ പാട്ട് പാടിയ ഹൗലൊക്കെ ഉണ്ടായിരുന്ന സ്ഥലം ഇവിടെയാണ്. അപ്പോൾ ആ ഭാഗത്തു നിന്ന് ശത്രുക്കൾ വന്ന് ഏറ്റുമുട്ടലും സംഗതികളും വെള്ളം എടുക്കാനും വന്നൊക്കെ ഏരിയയാണിത്. ആ സമയത്ത് യുദ്ധം നടക്കുന്ന സ്ഥലത്ത് ആരംഭമായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താമസിച്ചിരുന്ന കൂടാരം നിന്ന ഭാഗത്തുണ്ടായിരുന്ന മസ്ജിദാണിത്, മസ്ജിദ് അരീഷ്. ആ പള്ളിയാണ് ഇതൊക്കെ സംഭവമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴും ഇവിടെയും
ഇനിയും റെനോവേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് കരുതുകയാണ്. ഇതിൻ്റെ ഷെഡ് ഉണ്ടായിരുന്ന ഭാഗത്തുണ്ടായിരുന്ന ഒരു പള്ളി ഉണ്ടാക്കിയത് മസല അരീഷ് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള അങ്ങോട്ട് പോയാൽ ആ ഭാഗത്തായിട്ട് വലത് ഭാഗത്തായിട്ടാണ് ശ്രോതാക്കളൊക്കെ ഉള്ളത്. അതേപോലെ തന്നെ നടുവിൽ കാണുന്നത് ആ പൊന്തി നിൽക്കുന്ന സ്ഥലം അവിടെ കാണുന്നിടത്ത് അവിടെയാണ് പൊട്ടക്കിണറുള്ളത്. അത് ഈ പല ആളുകളും വന്ന് കല്ലെടുത്ത് എറിഞ്ഞ് കലീബ് എന്ന് പറഞ്ഞാൽ ആ പൊട്ടക്കിണർ ആ കല്ലെടുത്ത് എറിഞ്ഞ് അതെന്ത് ചെയ്ത് ഒന്നായിട്ട് കുണ്ടും മൂടി പോയതാണത് ആ കാണുന്നത്. യെസ് പറഞ്ഞത്. പിന്നെ അത് അതിൻ്റെ അപ്പുറത്തുള്ളതാണ് എന്തേത് ബദർ ശ്രോതാക്കളത്. ഇൻഷാ അല്ലാഹ് നമ്മളിത് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകുന്നതാണ്. ബദർ ശുഹദാക്കളുടെ പേരാണ് കേട്ടോ ഉള്ളത് ഇവിടെ. ഷഹീദായ ബദരീങ്ങളുടെ പേരൊക്കെ അവരുടെ മക്കാമ് നമുക്കിവിടെ കാണാൻ കഴിയും. അവരുടെ മക്കാമ എവിടെയാണ് ഇതില്? അല്ല ഇവിടെ കാണാനില്ലേ? കെട്ടിൻ്റെ അപ്പുറത്തുള്ള കെട്ടിൻ്റെ അപ്പുറത്ത് ജസ്റ്റ് കെട്ടിൻ്റെ ഉള്ളിലുള്ളതാണ് ബദരീങ്ങളുടെ ഇവിടെ വഫാത്തായി കിടക്കുന്ന ബദരീങ്ങളുടെ മക്കാം. നിങ്ങൾ ഈ ഒരു മല കാണുന്നില്ല, അതിൻ്റെ ബാക്കിലുള്ളത് ആ മതിലിനോട് ചാരിയിട്ടുള്ള മറ്റേ മതിലിനോട് ചാരിയിട്ടുള്ള ആ കെട്ടിൻ്റെ കെട്ടാണ് ശുഹദാക്കളുടെ കാണുന്നത്. പാവകളൊക്കെ കാണാം. ബദറിൽ ഷഹീദായ ശുഹദാക്കളുടെ പേരുകളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഉമേർ ഇബ്നു അബി വഖാസ്, സഫ്വാൻ ഇബ്നു വഹബ്, മിഹ്ജ റളിയല്ലാഹു അൻഹു, ആഖിലിൻ റളിയല്ലാഹു അൻഹു, ഉബൈദത്ത് റളിയല്ലാഹു അൻഹു, സഅദ് റളിയല്ലാഹു അൻഹു, ഹാരിസത്ത് റളിയല്ലാഹു അൻഹു, റാഫീൻ റളിയല്ലാഹു അൻഹു, ഉമേർ റളിയല്ലാഹു അൻഹു, യസീദ് റളിയല്ലാഹു അൻഹു, അങ്ങനെ തുടങ്ങിയിട്ട് അവരുടെ പേരുകൾ നമുക്കിവിടെ കാണാൻ കഴിയും. ഇൻഷാ അല്ലാഹ് നമ്മളെ ബസ് വീണ്ടും നമ്മൾ യാത്ര തുടരുകയാണ്. ഇതാണ് ബദർ യുദ്ധത്തിൽ മലായിക്കത്ത് ബദരീങ്ങളായ മലായിക്കത്ത് ഇറങ്ങിയ ബദർ മല. ഈ മലയുടെ മുകളിലാണ് മലായിക്കത്ത് ഇറങ്ങിയത്. മലക്കുകളും ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നു. ആ മലക്കുകൾക്ക് മറ്റു മലക്കുകളെക്കാൾ ശ്രേഷ്ഠത വരെയുണ്ട്. അപ്പോൾ അവരെ ഇറങ്ങിയിട്ടുള്ള മലയാണ്. ആ മലേൻ്റെ മുകളിൽ കാറ്റടിക്കുമ്പോൾ പാറുന്നത് കാണുന്നുണ്ടോ? പൊടിക്കാറ്റടിച്ചിട്ട്. പക്ഷേ നമുക്ക് കുറച്ച് കയറണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഷൂസ് ആയതുകൊണ്ട് ഏതായാലും ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് കയറി വെക്കാം. ഫുള്ള് മണലാട്ടോ. മണൽ എന്ന് പറഞ്ഞാൽ അജാതി മണൽ. ബദർ ഏകദേശം നിങ്ങൾ ഇവിടുന്ന് കാണുന്നുണ്ടാവും, അവിടെയാണ് ബദർ നടന്നിട്ടുള്ളത്. ഏകദേശം ആ ഏരിയയിലായിട്ടാണ് ബദർ ഉള്ളത്. ഇവിടെ ഇതിലെങ്ങനെ കയറി പോകണം. മേലെ നല്ല കാറ്റടിക്കുന്നുണ്ട്, മണലൊക്കെ പാറി പോകുന്നുണ്ട്. മഴ കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. നിങ്ങൾ നോക്കി കയറുന്ന അത്ര തന്നെ ഇറങ്ങുകയാണ്. എന്നെ ബൈ അയ്യാവോ കയറി. അല്ല നമ്മളെ അബൂബക്കർക്ക 64 വയസ്സായി. അബൂബക്കർക്ക അവിടെ എത്തിട്ടാ. മാഷാ അല്ലാഹ് നമ്മൾ എല്ലാ മലയും അബൂബക്കർക്ക് കയറാണ്ടായിരുന്നു. നിങ്ങൾ നോക്കി നമ്മൾ കയറി ഇത്ര എത്തി. അൽഹംദുലില്ലാഹ്. ഇനി നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. അല്ലോ ഈ വളരെ കുത്തനെയാണ് കേട്ടോ. ഒരു നിലക്കും കയറാൻ പറ്റും തോന്നുന്നില്ല. ഇതുവരെയൊക്കെ മാക്സിമം പോവുള്ളൂ. ഒരു കാല് കയറുമ്പോഴത്തേനും അടുത്തത് പൂണ്ടു പോവാണ്. അതെ അതെ നല്ല ചൂട്. ഒക്കെ കയറാൻ പറ്റി. ഹീറാമിൻ്റെ ഡ്രസ്സാണല്ലോ, അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇറങ്ങാൻ വളരെ എളുപ്പമാണ്. സിമ്പിളായിട്ട് പോകുന്നുണ്ട്. ഇറങ്ങാൻ നല്ല എളുപ്പമുണ്ട്. പിന്നെ നമ്മൾ ഷൂസ് ഇടേണ്ട ആവശ്യമില്ലായിരുന്നു. ഏതായാലും അൽഹംദുലില്ലാഹ് ഇത്ര കയറി. മണലെന്ന് പറഞ്ഞപ്പോൾ നാട്ടിൽ നമുക്കിത് നേരെ കോൺക്രീറ്റിന് ഉപയോഗിക്കാം. തരിക്കേണ്ട ആവശ്യം പോലും ഇല്ല. അത്രക്ക് സ്മൂത്തായിട്ടുള്ള മണൽ. നോക്കി നിങ്ങൾ മുഴുവൻ മറ്റേ കല്ല് കൊണ്ടുള്ള ഈ മലകളാണ്. ഈ ഒരൊറ്റ മല മാത്രമാണ് മലക്കുകൾക്ക് ഇറങ്ങാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു മല പോലെ.
മാത്രമാണ്, ഒരു മണൽ കൊണ്ട് മാത്രമുള്ള ഒരു മണൽ. മല ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മരം ഇവിടെ നിന്ന് എടുത്തിട്ട് നമുക്ക് JCB അങ്ങനെ വേണമെങ്കിൽ അത്രയ്ക്ക് സ്മൂത്തായിട്ടുള്ള മണലാണ് ഇതിലുള്ളത്. അള്ളാഹുവിൻ്റെ ചായ് ഇറക്കിയിട്ടുള്ള മലയാണ്. ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മൾ ഇനി നമ്മുടെ ബസ്സിലേക്ക് തുടരാണ്. ഷൂസിനുള്ളിൽ ഇത്ര മണലാട്ടോ. ഇത് നമ്മൾ തട്ടിയത് നമ്മൾ മറ്റേ ഷൂസിനുള്ളിൽ നിന്ന്. ഭയങ്കര ചൂടാണ്. യാ റബ്ബ്. മദീനയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. മസ്ജിദുൽ ഖുബാഇൻ്റെ അടുത്തെത്തി. ഇൻഷാ അല്ലാഹ് അതിനുള്ള കാരണം വൈകുന്നേരത്തെ ഖുബാഇൻ്റെ ഒരു വ്യൂ നോക്കി കളി എജാദിയ. മാഷാ അല്ലാഹ്. മദീനത്തെത്തി ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിൽക്കുക കേട്ടോ. മദീനത്തെ ആദ്യത്തെ ഭക്ഷണം കേട്ടോ. എല്ലാവിധ സാധനങ്ങളും ഉണ്ട്. ഗൈസ്, അങ്ങനെ നമ്മള് മദീനത്ത് റൂമിലെത്തിട്ടോ. അൽഹംദുലില്ലാ. ഇവിടെ റൂം എങ്ങനെ ഓണാക്കുക, ലൈറ്റ് ഓണാക്കുക എങ്ങനെയെന്ന് നമ്മുടെ ടീമിന് അറിയില്ല. മാഷാ അല്ലാഹ്, ഒരു വെറൈറ്റി ഓണാക്കലാട്ടോ. നമ്മൾ കുറച്ചേരായിട്ട് ഇവിടെ ശരി അപ്പൊ ഇവർക്കും അറിയില്ല. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മളിനി സിയാറത്തിന് ഇറങ്ങുകയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടത്തിലാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മൾ അമീർ 8:30 ആകുമ്പോൾ എത്താൻ പറഞ്ഞു കേട്ടോ. ലൈറ്റ് ഇടുന്ന സ്വിച്ച് ഇവിടെ ആയിരുന്നു ഗൈസ്. നമ്മുടെ ഭാഗത്ത് നിന്ന് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. ഓക്കെ ശുക്രിയ അപ്പോൾ ലൈറ്റ് ഒക്കെ കത്തി. റൂം മാഷാ അല്ലാഹ് കുഴപ്പമില്ല. നമ്മൾ മദീനത്ത് നല്ല അടിപൊളി റൂമാട്ടോ. മാഷാ അല്ലാഹ് ഉഷാർ റൂമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് കാണാം. ശുക്രൻ. അപ്പം ഇനി മദീനത്തുള്ള ഇത് ബാക്കി കാണാം കേട്ടോ.